ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഇന്നത്തെ ദിവസത്തിൽ ഈശോ നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ഫരീസേയര് ഒരിക്കൽ ഈശോയുടെ അടുത്ത് അടയാളം ചോദിച്ചുകൊണ്ട് വരിക. ഇപ്രകാരമാണ് വചനം പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 38-ഉം 39-ഉം തിരുവചനങ്ങൾ. അപ്പോൾ നിയമജ്ഞരിലും ഫരീസേയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. ഫരിസേയരും നിയമജ്ഞരും പെട്ടവരാണ്. അവർ ഞങ്ങൾക്ക് ഒരു അടയാളം കാണണം. എന്തിനാ? നീ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി. ഈശോ അവരെ ശാസിക്കുക, ഈ അടയാളം അന്വേഷിക്കുക. എന്നിട്ട് പിന്നീട് ഈശോ പറഞ്ഞ യോനയുടെ കാര്യമാണ്, ദക്ഷിണദേശത്തെ രാജ്ഞിയുടെ കാര്യമാണ്. ക്രിസ്തു തന്നെ വലിയൊരു അടയാളമായിട്ട് നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ പുത്രനായിട്ട് നിൽക്കുകയാണ്. ഒരുപടി അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും മനസ്സിൽ അല്പം പോലും തട്ടാതെ അവർ വീണ്ടും അടയാളം ചോദിക്കുക. അവിടെ ഈശോ അവരെ ശാസിക്കുക. നീ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നാളുകൾ ഇത്രയായി, എത്രമാത്രം ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ നീ പ്രാപിച്ചിരിക്കുന്നു, നന്മകൾ നീ പ്രാപിച്ചിരിക്കുന്നു. എത്രയോ മേഖലകൾ നിൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ക്രിസ്തു ഇടപെട്ടിട്ടുണ്ട്, അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടും നിന്നെ ഉയർത്തുവാനൊക്കെ ആയിട്ട്. എന്നിട്ട് നീ എവിടെ നിൽക്കുക? നീ നിന്റെ ക്രിസ്തുവിനെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതോ വീണ്ടും വീണ്ടും കർത്താവെ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തി തരണമേ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക? അറിഞ്ഞ ദൈവത്തെ നീ വളർത്തിയെടുക്കണം. വീണ്ടും വീണ്ടും അറിയണമെന്നുള്ളതല്ല, പുതിയ പുതിയ ഉൾക്കാഴ്ചകളല്ല. അറിഞ്ഞ ദൈവത്തെ നീ വളർത്തിയെടുക്കുമ്പോൾ ദൈവം നിന്നിലേക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ നിറച്ചോളും. കണ്ണടച്ച് തട്ടിക്കളയുന്ന പ്രകൃതമല്ല, കൃതജ്ഞതയോടെ, എൻ്റെ ദൈവമേ, നീ ആ കാരണം ഞാൻ ഇത്രത്തോളമായത്, നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ കണ്ടറിഞ്ഞിട്ട് ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനോഭാവം, അവിടെ സ്വർഗം നിന്നെ കാത്തിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഈ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ. എപ്പോഴും നിന്നോട് ഒട്ടിച്ചേരുവാനും കൃതജ്ഞതയുടെ ഒരു ജീവിതം നയിക്കുവാനും ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ, കൃപകളെല്ലാം നിറയ്ക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.